This could be the moment we've been waiting for, the chance to feel alive. Nothing's gonna stop us, nothing's gonna top this, nothing like we've ever seen. And I raise my hands to the sky, what a feeling, 'cause I feel like dancing high, got a feeling, time to feel it. ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനെ അകതാരിലുണവിന്റെ പനിനീരു തൂവി അവിരാമമൊഴുകി വരൂ വരദാനവാരിനെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന സർവ്വ കൃപകൾക്കും ഈ നിമിഷം നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ കരങ്ങളിൽ ഈ സമയം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈശോയെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞിനെ നീ ആശീർവദിക്കണമേ. രണ്ട് വ്യക്തികളെയും രണ്ട് കുടുംബങ്ങളെയും കർത്താവെ നിന്റെ സ്നേഹത്തിൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള എല്ലാ കൃപയും അഭിഷേകവും ജ്ഞാനവും വിവേകവും കൃപകളും നീ നൽകണമേ. എല്ലാ കുറവുകളും പരിഹരിച്ച് പരിശുദ്ധാത്മാവെ എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമീകരിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയുള്ള ജീവൻ നയിക്കുക നിന്റെ കൃപ നൽകണമേ. ഞങ്ങളെല്ലാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നല്ല ജീവിതം നയിക്കുക, എല്ലാവർക്കും മാതൃകയായി ജീവിക്കുക, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കാൻ അമ്മ പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. Burning like a light show, free yourself and let go, time to see it all. Don't think about tomorrow, today we are heroes, here adventure call. There are whole new worlds to see, I keep running, and my feet keep lifting me, like I'm flying, time to see it. This is where it all begins.
I ain't worried about nothing, I ain't worried about nada. You're sitting pretty impatient, girl, I know you gotta put them in hours, baby, make it harder. You're sending pic after picture, girl, get me fired. You know I'm always on the night shift, and you can stand these nights alone. Yeah, you don't need no explanation, 'cause baby, I'm the boss at home. I ain't gotta go to work, 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 but I gotta put in work, 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 work. I ain't gotta go to work, 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 work. Let your body do the work, 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 work. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ മധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മതത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും ഹൃദയത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി നിലകാവനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വഴിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തുമുളകൾ വലയമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. ഇതിനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും സഭയിൽ അങ്ങയെ ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ വിവരങ്ങളാകട്ടെ. എന്നുള്ള സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ നാഥായ എന്നേക്കും. പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സമർപ്പിക്കാൻ നടക്കുന്നവനാകുന്നു. സകലത്തിന്റെ നാഥായ എന്നേക്കും. Oh
സമേതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ കർത്താവ് തന്റെ ഭരണം വസിക്കുന്നവരുടെ വിശ്വസനീയമായ പരിപാലകനും സകലങ്ങളുടെ സൗഭാഗ്യങ്ങളുമായ ദൈവമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങൾ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, എപ്പോഴും എല്ലാവരും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നിരാകരിക്കുവിൻ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകരം. സഭ മിശിഹായുടെ വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ അറിയുമോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വമേ എനിക്ക് തന്നെ പ്രദർശിക്കുന്നതിനും അവൾ കളങ്കരഹിതയും വിശദീയമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. വിശ്വാസഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സുവിശേഷം മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ
ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവൾക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. പരങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം 10ഓളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു വരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരും. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളായ ബെസ്റ്റിൻ, അമൃത, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസം നാം എല്ലാവരും ഈ വിവാഹ വേദിയിൽ അണിഞ്ഞിരിക്കുമ്പോൾ ബെസ്റ്റിനെയും അമൃതയെയും അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നത്തെ ലോകത്തിൽ വിവാഹം എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ വിവാഹം ഒരു വെല്ലുവിളി പോലെയാണ് പലരും കണക്കാക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തങ്ങളുടെ സ്വന്തം മനസ്സിന് ഇണങ്ങിയവരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്ന് ഇന്നേ ദിവസം വിവാഹിതരാകുന്ന ബെസ്റ്റിനും അമൃതയും എല്ലാവിധ നന്മകളും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഈ വിശുദ്ധ അൾത്താരയുടെ മുൻപിൽ നിങ്ങളായിരിക്കുമ്പോൾ വിവാഹമെന്ന കൂദാശയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വിവാഹമെന്ന കൂദാശയുടെ എല്ലാവിധ കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അതിന് നല്ല പ്രായദൈവം ഒരുക്കട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും ഈ വിശുദ്ധതയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 2019-20 കാലഘട്ടത്തിൽ ബെസ്റ്റിൻ ഞങ്ങളുടെ കൂടെ അരുണാചൽ മിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റിനെ അടുത്തറിയുവാനും ബെസ്റ്റിന്റെ നല്ല കാര്യങ്ങൾ കാണുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനാൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അരുണാചൽ മിഷനിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അരുണാചൽ മിഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ബെസ്റ്റിൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അരുണാചൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതൊരു ഗോത്ര സമൂഹങ്ങളുടെ ഒരു നാടാണ്. ഒരുപാട് ട്രൈബൽ ആളുകൾ വസിക്കുന്ന ഒരു നാടാണ്. ഇവരുടെ ഇടയിലാണ് വിവാഹത്തിന്റെ പല വകഭേദങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്. അതായത് ഗോത്രവിഭാഗക്കാരുടെ ഇടയിൽ വിവാഹത്തിന്റെ പല വകഭേദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് അവരുടേതായ വിവാഹത്തിന്റെ ശൈലികളുണ്ട്, അവർക്ക് അവരുടേതായ വിവാഹത്തിന്റെ പാരമ്പര്യങ്ങളുണ്ട്. നമുക്കവിടെ കാണാൻ കഴിയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയോ ഒരു സ്നേഹത്തിന്റെ ഉടമ്പടിയോ മരണം വരെ നിലനിൽക്കുന്ന ഉടമ്പടിയോ എന്ന് ആ ഒരു രീതിയിൽ കാണുന്ന കാര്യമല്ല വിവാഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള, അതും എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെന്നാൽ കാണുവാനായിട്ട് സാധിക്കും, ഭാര്യയും ഭർത്താവും കൂടി സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഭാര്യയും ഭർത്താവും കൂടി ബാഗും തൂക്കി സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ച. അരുണാചൽ പ്രദേശ് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആകർഷണം തോന്നിയാൽ അവർ ഒന്നിച്ച് താമസിക്കുവാനായിട്ട് തുടങ്ങും. ആ ഒരു രീതിയിലാണ് ചിലപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു സ്ഥലത്ത് 6ാം ക്ലാസ് പഠിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ. അതൊരു വകഭേദമാണ്. ഭാര്യയും ഭർത്താവും കൂടി രാവിലെ എഴുന്നേറ്റ് ഒന്നിച്ച് സ്കൂളിൽ പോകുന്ന ഒരു വിവാഹത്തിന്റെ ഒരു വകഭേദം. അതല്ല എങ്കിൽ പ്രായമായ ഒരു വ്യക്തി തന്റെ ഭാര്യ വയസ്സ് ചെന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ രണ്ടാമതൊരു വിവാഹം കൂടി ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അല്പം സമ്പത്തുള്ളവരാണെങ്കിൽ അല്പം പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിക്കും, പണം നൽകി ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം. അതും ചില സമയത്ത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊന്നും വിവാഹം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയല്ല. വിവാഹം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂതാശയല്ല. ഞാനൊരു 6 വർഷം അവിടെ ജോലി ചെയ്തതാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ MCBS അച്ഛന്മാരെത്തുന്നത് 2010 കാലഘട്ടത്തിലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ ഇടവകയിൽ ഒരു വിവാഹം പോലും നടന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് അവിടെ കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ലേ എന്ന്. അങ്ങനെയല്ല, ദേവാലയത്തിൽ വിവാഹം നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഔദാസികമായ വിവാഹം നടന്നിട്ടില്ല. അവർ കൂടുതലും ഒന്നിച്ച് താമസിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഇവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ വന്ന് വിവാഹിതരാകാനായിട്ട് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് ആഘോഷപൂർവ്വമായി വിവാഹം ചെയ്ത് താമസിക്കാമല്ലോ? ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരം, അത് അവരുടെ ഒരു ഭയമാണ്. കാരണം ഞങ്ങൾ ദേവാലയത്തിൽ വന്ന് വിവാഹിതരായിട്ടുണ്ടെങ്കിൽ മറ്റൊരു കല്യാണം കഴിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കൂദാശയെ പറ്റിയുള്ള അവരുടെ ഒരു ചിന്തയാണ്. വിവാഹം എന്ന് പറയുന്ന കൂദാശ അത് മരണം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണെന്നുള്ള ഒരു വിശ്വാസം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവാഹം അതായത് ദേവാലയത്തിൽ നടത്തുന്ന ഒരു കൂദാശ, ദേവാലയത്തിൽ വന്ന് ഒരാളെ തന്റെ ഭാര്യയായി അല്ലെങ്കിൽ തന്റെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ആ വ്യക്തിയെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയൊരു ഭയമാണ് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാനായിട്ട് വിമുഖത കാണിക്കാൻ ഒരു കാരണമായിട്ട് അവിടെ കണ്ടിരിക്കുന്നത്. ഞാൻ ഈ വർക്ക് ചെയ്ത 6 വർഷക്കാലത്തും ഒരിക്കൽ പോലും ഞങ്ങളുടെ പള്ളിയിൽ ഒരു വിവാഹം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒരു വിവാഹം നടത്തുന്നത് കാണുവാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ നമ്മുടെ ഒരു നാട് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നമ്മൾ പറയുവാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് കൂദാശകളെ പറ്റി ഒരു ബോധ്യമുണ്ട്. വിവാഹം എന്ന കൂദാശ അത് മരണം വരെയും നിലനിൽക്കുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. വിവാഹത്തിലൂടെ ഒരു പുരുഷനും സ്ത്രീയും ഉടമ്പടിയിലെത്തുകയാണ്, സ്നേഹത്തിന്റെ ഉടമ്പടിയിലേക്ക് എത്തുകയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്നിവിടെ വെസ്റ്റിനും അമൃതയും അവർ തങ്ങളുടെ ജീവിതങ്ങൾ ഒന്നിച്ച് മുന്നേറുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അവർക്കും ഈ ഒരു വിശ്വാസമുണ്ട്, മരണം വരെയും ഞങ്ങൾ ഒന്നായിരിക്കുമെന്നുള്ള വിശ്വാസം. മരണം വരെയും ഞങ്ങൾ ഒന്നായിരിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. വെസ്റ്റിന് ദൈവം നൽകിയ സമ്മാനമാണ് അമൃത. അമൃതയ്ക്ക് ദൈവം നൽകിയ സമ്മാനമാണ് വെസ്റ്റിൻ. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങളായിട്ട് മാറുവാനായിട്ട് പരിശ്രമിക്കണം. തോബിന്റെ പുസ്തകം തോബിയാസ് സാറയെ സ്വീകരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ജനികമായ അഭിലാഷത്താലല്ല, നിർമ്മലമായ സ്നേഹത്താലാണ് ഞാനിവിടെ സ്വീകരിച്ചത്. വാർദ്ധക്യം വരെ ഒന്നിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ആ ഒരു നിർമ്മലമായ സ്നേഹം, നിർമ്മലമായ പ്രേമം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. നിങ്ങളുടെ ജീവിതം സ്നേഹത്തിന്റെ മനോഹരമായ ഇടങ്ങളായിട്ട് മാറുന്നത്.
അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സമ്മാനങ്ങളാണ്. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങളായി തന്നെ സ്വീകരിക്കണം. ആ ഒരു അവസരമാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു വിവാഹത്തിന്റെ സമയം വരെ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വിവാഹം നടക്കുന്ന സമയം വരെ എല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ ബന്ധുമിത്രാദികള്, നിങ്ങളുടെ അയൽക്കാര് എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം നിങ്ങൾ പരിശ്രമിക്കണം. 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും ആദ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംസാരത്തിന് കുറവ് ഉണ്ടാകരുത്. പലപ്പോഴും നമ്മൾ കാണുന്ന സംഗതി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹത്തിന് മുൻപ് എത്ര സംസാരിച്ചാലും മടുക്കുകയില്ല, വിവാഹത്തിന് മുൻപ് എത്ര സംസാരിച്ചാലും വിഷയം തീരുകയില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംസാരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹം കുറഞ്ഞു വരുന്നു എന്നതാണ് അർത്ഥമാക്കേണ്ടത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ സംസാരം വെറും മൂടലുകൾ മാത്രമായിട്ട് തീരുകയാണെങ്കിൽ, സംസാരം കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലെ സ്നേഹബന്ധത്തിന് എവിടെയോ കൂട്ടം തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനാൽ സംസാരത്തിന് നിങ്ങളുടെ ഇടയിൽ കുറവുണ്ടാകാതിരിക്കട്ടെ. 2ാമത്തെ കാര്യം സമയമാണ്. പരസ്പരം നൽകേണ്ട സമയം, പരസ്പരം നിങ്ങൾ സംസാരിക്കുവാനായിട്ടും ഒരുമിച്ചായിരിക്കുവാനായിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം. പരസ്പരം നൽകേണ്ട സമയം. 3ാമതായിട്ട് സാമീപ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിന് നൽകേണ്ട സാമീപ്യം, തൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ട സാമീപ്യം, ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. സംസാരത്തിന് കുറവുണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം നൽകേണ്ട സമയം കുറവുണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ പരസ്പരം സാമീപ്യത്തിനും കുറവുണ്ടാകാതിരിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ കുറവ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കാരണം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ച് ഈ 3 കാര്യങ്ങൾക്കും കുറവുകൾ വരാം. പക്ഷേ അതിനെയൊക്കെ കുറവ് വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വിവാഹിതരായവരും വിവാഹിതരാകാനുള്ളവരും ഈ 3 കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നല്ലതായിരിക്കും. സംസാരവും സമയവും സാമഗ്രിയും, ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുന്നത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. ഭാര്യയുടെ പ്രശ്നങ്ങൾ ഭർത്താവിനോട് ഷെയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കുടുംബജീവിതം നരകതുല്യമായി തീരും. ഭർത്താവിന്റെ പ്രശ്നങ്ങൾ ഭാര്യയോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ആ ഒരു കുടുംബജീവിതം നരകതുല്യമായി തീരും. അതിനാൽ തന്നെ സംസാരിക്കുവാനായിട്ട് ആവശ്യത്തിന് സമയം കണ്ടെത്തുക. പരസ്പരം സാമീപ്യം നൽകുക. പരസ്പരം നൽകേണ്ട സമയത്തിന് കുറവുണ്ടാകാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത്, സന്തോഷപ്രദമായിട്ട് തീരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സ്നേഹത്തിന്റെ വീതി കുറഞ്ഞു പോകുമ്പോൾ മാതാവിനെ ചേർത്ത് പിടിക്കുക. മാതാവിനെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക. മാതാവ് നിങ്ങളെ സഹായിക്കും. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകും. കാനായിലെ കല്യാണവിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. ഇതേ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും ഈശോ പ്രവർത്തിക്കും. നിങ്ങളുടെ ഇടയിലെ സ്നേഹത്തിനോ നിങ്ങളുടെ ഇടയിലെ സഹകരണത്തിനോ കുറവുകളുണ്ടാകുന്നു എന്ന് കാണുകയാണെങ്കിൽ മാതാവിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. ഈശോയുടെ അനുഗ്രഹം മാതാവ് വഴി നിങ്ങളുടെ ജീവിതത്തിന് ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. അതിനാൽ ഇന്നത്തെ ദിവസം ഈ വിവാഹത്തിന്റെ അവസരത്തിൽ എല്ലാവിധ നന്മകളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് വിശുദ്ധവരെ അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥനകൾ നേരുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം ഈ 2 വ്യക്തികൾക്ക് വേണ്ടി, ബെസ്റ്റിനും അമൃതയ്ക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. അവരുടെ കുടുംബജീവിതം മരണം വരെയും ഒന്നായിരിക്കുവാനായിട്ട്, അവർ ഇന്ന് ഏറ്റെടുക്കുന്ന ഉടമ്പടി മരണം വരെയും കാത്തു സൂക്ഷിക്കുവാനായിട്ട്, അവരുടെ ഇടയിലെ സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടാതിരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ ജീവിതം നയിച്ച സ്വർഗീയ വിരുദ്ധൻ മന്ത്രാരാകുവാൻ പഠിപ്പിച്ച വിശുദ്ധിയോടും ചാരിത്രവിശുദ്ധിയോടുകൂടി സന്തോഷപ്രദമായ നാമത്തെ ജീവിതം നയിക്കുവാൻ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മധുരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന നമ്മുടെ ജീവിതം വിജയകരമായി നയിക്കുവാനിവിടെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനങ്ങളും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ ഉണർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ക്രമത്തിൽ കൊണ്ടെടുക്കുന്ന ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം. പ്രിയ സഹോദരരെ, യുവതപരന്മാർ പോകുന്നു. ഈ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് ലോകത്ത് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സത്യയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനും ജീവിത സംഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ പുതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നേടിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കും. ആമേൻ. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ എന്റെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ എലിസബത്ത് മിശിഹായുടെ നിയമവും എലിസബയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിവാഹോടൊപ്പം സാക്ഷികളാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുണ്ടായ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്ത് പിടിക്കുക. അപരാധത്തിന്റെയും സാക്ഷ്യത്തിന്റെയും അനുഭവത്തിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി ഇവർക്ക് നയിക്കുവാൻ വിവാഹം ശ്രദ്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പുസ്തകന്മാരുടെയും നാമത്തിൽ കുരിശുമരണം വഴി സഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസവും സ്നേഹത്തിലും പൗരന്മാരുന്ന ഈ കാര്യം ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധുബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാൻ എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും പ്രത്യേകമായി കുറിച്ച് ഇവർക്ക് ശക്തിയാകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ
ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസതയുടെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഭാതത്തിന്റെ അനശ്വരവസ്ഥത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കുന്നു. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയായ പരിശുദ്ധസഭയെ ലോകത്തിന്റെ വസ്ത്രധരിച്ചിട്ട് കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സുഖത്തിൽ ലോകത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ കാക്കുകയും ചെയ്യുന്നത്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ നൽകുന്ന ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയ സൗന്ദര്യത്താലും പരിഷ്കാരമാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്മതരാക്കട്ടെ. സഭയുടെ ശക്തിയായ എപ്പോഴും നിങ്ങളുടെ സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് ചെയ്യട്ടെ. ദൈവത്തിനകത്ത് നടത്തുന്ന മക്കളെ വർഷവും സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവരുടെ ാക്കുകയും ചെയ്യട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ജനതമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലമേലണമേ, അങ്ങയുടെ സംരക്ഷണത്താൽ ഇവരെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥനയും സഹായം അനുഗ്രഹിച്ച ദൈവമേ, ഭേദമായ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. നമ്മുടെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയോസെഫിന്റെയും മാധ്യസ്ഥമയുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവവിശുദ്ധരുടെയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം മാറ്റപ്പെട്ടവരാകട്ടെ. വിവാഹമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും വിരുദ്ധവുമായ സജീവവിധിയായ ദൈവത്തിന് സമർപ്പിക്കുവാനും ഉദാശാലങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേ സഹായിക്കുവാൻ നിരവധി ആത്മാസുഹൃത്തുക്കളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
is in Havana, ooh, nah, nah. He took me back to East Atlanta, ooh, nah, nah. Oh, but my heart is in Havana. There's something about his manners, Havana, ooh, nah, nah. He didn't walk up, what the hell you doing? When he came in the room, he said there's a lot of girls I can do with, but I can't win. I knew him forever in a minute. That summer night, and Papa says he got Nilo in him. He got me feeling like I knew it when I met him. I loved him when I left him. Got me feeling like and then I had to tell him I had to go. Havana, ooh, nah, nah. Half of my heart is in Havana, ooh, nah, nah. He took me back to East Atlanta, ooh, nah, nah. Oh, but my heart is in Havana. My heart is in Havana, Havana. I'm gonna fight 'em all. The Seven Nation Army couldn't hold me back. They're gonna rip it off, taking their time right behind my back. And I'm talking to myself at night because I can't forget. Back and forth through my mind behind a cigarette. Havana, ooh, nah, nah. Half of my heart is in Havana, ooh, nah, nah. He took me back to East Atlanta, ooh, nah, nah. Oh, but my heart is in Havana. My heart is in Havana, Havana, ooh, nah, nah. I knew it when I met him. I loved him when I left him. And then I had to tell him I had to go. Havana, ooh, nah, nah. It's the most beautiful time of the year. Lights fill the streets, spreading so much cheer. Well, I should be playing in the winter snow, but I'ma be under the mistletoe. Well, I don't wanna miss out on the holiday, but I can't stop staring at your face. Well, I should be playing in the winter snow, but I'ma be under the mistletoe. Shawty with you, shawty with you, under the mistletoe, yeah. Shawty with you, shawty with you, under the mistletoe. Well, everyone's gathering around the fire, chestnuts roasting like a hot July. I should be chilling with the folks I know, but I'ma be under the mistletoe. Word on the streets that it's coming tonight. Reindeer flying through the sky so high, and I should be making the list, I know, but I'ma be under the mistletoe. Shawty with you, shawty with you, under the mistletoe. Yes, thank you so much everyone. Please be seated. എല്ലാവർക്കും സീറ്റുകളിലേക്ക് കടന്നിരിക്കാവുന്നതാണ്. ബെസ്റ്റ് ചേട്ടനാണ് അമൃത ചേച്ചി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ടുഡേ യു ഹാവ് മെയ്ഡ് എ ന്യൂ കമ്മിറ്റ്മെന്റ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും നവവധൂവരന്മാരുടെ മേൽ ചൊല്ലിയുണ്ട്. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സോ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Marriage is a fusion of two hearts, harmony of two souls, and union of two families. ഇന്നത്തെ ഈ ദിവസം ഇത്ര ബ്യൂട്ടിഫുൾ ആയി കാണാനായിട്ട് ആഗ്രഹിച്ചത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും. സോ ഏത് ബഹുമാനത്തോടും ആദരവോടും അതോടൊപ്പം തന്നെ നല്ലൊരു കയ്യടിയോടും കൂടി ബെസ്റ്റ് പേരൻസ് ആയ മൈക്കിൾ കുളിക്കിനെയും അനുകുട്ടി മൈക്കിളിനെയും വേദിയിലേക്ക്
സ്വാഗതം ചെയ്യാം. അടുത്തതായി അമ്പത്തിയഞ്ചിന്റെ പേരൻസായ മാത്യു കെയെയും ഡാലിയ ജോസഫിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Now let's welcome the sister and sister Nicolette. Amrita Chichi's siblings, Adra and husband Jigs, Angel Rose, Andrea Anna, Alphonse Perez, Chris Matai, Joe Snow onto the stage. Before all I heard was silence, a rhapsody for you and me, and every melody is timeless. Life was stringing me along, then you came and you cut me loose, a solo singing on my own. Now I can't find the key without you, and now your song is on repeat, and I'm dancing on to your heartbeat. And when you're gone, I feel incomplete. So if you want the truth, I just wanna be part of it. Cause I've been hearing symphonies. Before all I heard was silence, a rhapsody for you and me, and every melody is timeless. And now your song is on repeat, and I'm dancing on to your heartbeat. And when you're gone, I feel incomplete. So if you want the truth, I just wanna be part of your symphony. We hold you tight and not let go. Symphony, like a love song on the radio. Symphony, yeah, we hold you tight and not let go. Symphony, like a love song on the radio. We hold you tight and not let go. Tryna put you in a worse mood. I be one cleaner than your church shoes. I merely point to just to hurt you. I all red land just to tease you. I none of these toys are leased to. I make your whole year in a week too. Yeah, main bitch out of your league too. I side bitch out of your league too. I saw what they need a centerpiece. 20 racks of table cut from ebony. Cut that ivory into skinny pieces. That you clean it with a face, man, I love my baby. Talking money, need a hearing aid. Talking about me, I don't see a shade. Switch up my style, I take any lane. Switch up my car, I kill any pain. Look what you done. I'm a motherfucking star boy. Look what you done. I'm a motherfucking star boy. Every day somebody try to test me, yeah. Every day somebody try to end me, yeah. Pull up in that roadster, arrest me, yeah. Pockets overweight, getting hefty, yeah. Coming for the king, that's a far cry. I come alive in the fall time, no competition, I don't really listen. I'm in the blue moons up, I'm a new edition. I saw if they need a centerpiece. 20 racks of table cut from ebony. Cut that ivory into skinny pieces. That you clean it with a face, man, I love my baby. Talking money, need a hearing aid.
cup, I can let it pay. Look what you done. I'm a motherfucking star boy. Look what you done. I'm a motherfucking star boy. Come on, turn the radio on. It's Friday night and it won't be long. Gotta do my hair, put my makeup on. It's Friday night and it won't be long till I hit the dance floor, hit the dance floor. I got all I need. I ain't got cash, I ain't got cash, but I got you, baby. Baby, I don't need dollar bills to have fun tonight. Baby, I don't need dollar bills to have fun tonight. I don't need no money, as long as I can feel the beat. Come on, turn the radio on. It's Saturday and it won't be long. Gotta do my nails, put my high heels on. It's Saturday and it won't be long till I hit the dance floor, hit the dance floor. I got all I need. No, I ain't got cash, I ain't got cash, but I got you, baby. Baby, I don't need dollar bills to have fun tonight, no. Baby, I don't need dollar bills to have fun tonight. I don't need no money, as long as I can feel the beat. I don't need no money, as long as I keep dancing, yeah. I love cheap thrills, I love cheap thrills, I love cheap thrills, I love. Baby, I don't need dollar bills to have fun tonight. Baby, I don't need dollar bills to have fun tonight, no. I don't need no money, as long as I can feel the beat, yeah. I don't need no money, as long as I keep dancing. I love cheap thrills, I love cheap thrills. When the days are cold and the cards all fold and the saints we see are all made of gold. When your dreams all fail and the ones we hail are the worst of all and the bloods run stale. I wanna hide the truth, I wanna shelter you, but with the beast inside, there's nowhere we can hide. No matter what we breed, we still are made of greed. This is my kingdom come, this is my kingdom come. When you feel my heat, look into my eyes. It's where my demons hide, it's where my demons hide. Don't get too close, it's dark inside. It's where my demons hide, it's where my demons hide. Curtains call, it's the last of all. When the lights fade out, all the sinners crawl. So they dug your grave and the masquerade will come calling out at the mess you made. Don't wanna let you down, no, I don't wanna let you down. No, this is all for you, don't wanna hide the truth. No matter what we breed, we still are made of greed. This is my kingdom come, this is my kingdom come. When you feel my heat, look into
must think that I'm a fool. You must think that I'm new to this, but I have seen this all before. I'm never gonna let you close to me, even though you mean the most to me. 'Cause every time I open up it hurts. So I'm never gonna get too close to you, even when I mean the most to you, in case you go and leave me in the dirt. But every time you hurt me, the less that I cry. And every time you leave me, the quicker these tears dry. And every time you walk out, the less I love you. Baby, we don't stand a chance. It's sad, but it's true. I'm way too good at goodbye. I'm way too good at goodbye. I know you're thinking I'm heartless. I know you're thinking I'm cool. I'm just protecting my innocence. I'm just protecting my soul. I'm never gonna let you close to me, even though you mean the most to me. 'Cause every time I open up it hurts. So I'm never gonna get too close to you, even when I mean the most to you, in case you go and leave me in the dirt. Every time you hurt me, the less that I cry. And every time you leave me, the quicker these tears dry. And every time you walk out, the less I love you. Baby, we don't stand a chance. It's sad, but it's true. I'm way too good at goodbye. I'm way too good at goodbye. I'm way too good at goodbyes. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. ഇന്നത്തെ ഈ സുദിനത്തിൽ ഞങ്ങളുടെ വെസ്റ്റും അമ്മയ്ക്കും ശിവ ഒരുക്കിയ ഈ ദിവസം ഞങ്ങളെല്ലാവരെയും കാക്കുകയും സംരക്ഷിക്കുകയും രണ്ട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ആ പരമകാരണത്തിൽ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളുടെ കൂടെ അന്ന് എപ്പോഴും ഉണ്ടായിരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെയും അവൻ്റെ കൂടെയും മോളുടെ കൂടെയും എല്ലാം എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ അന്ന് വളരെയോളം തുണയായിരിക്കണമേ, ഇവരെ വഴി നടത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സർവ്വസ്ഥനായ ഞങ്ങളുടെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് അങ്ങനെ ദൃഢമായി ഈശോ അനുഗ്രഹിക്കുവാനാവും. എത്രയും നേരം മാതാവേ ഭാവിയെ
ആമേൻ. വിശ്വസിച്ചിന്റെ അടയാളത്താലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശ്വരീകരിക്കട്ടെ. ക്രൈസ്തവ